ഹേയ് ഓൾ, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ട്രിവാൻഡ്രം പാലോട് സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ. നേച്ചറിനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിലും പീസ്ഫുൾനെസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ എന്താണെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. ചെറിയ ചെറിയ അരുവികളും എല്ലാം അവിടെയുണ്ട്. അത് മാത്രമല്ല, റോ ഫുഡ് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു പ്ലേസും അവർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കൂളിംഗ് സെൻസേഷനാണ് അതിലേക്കൂടെ നടക്കുമ്പോഴത്തേക്കും. ഇറ്റ്സ് ഫീൽസ് ലൈക്ക് എ തെറാപ്പി. ഐ ലവ് ഇറ്റ്. എന്താണെങ്കിലും നിങ്ങളിവിടെ റോ ഫുഡായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാകും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു തടാകവും കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഓരത്ത് കൂടി നടക്കുമ്പോൾ നല്ലൊരു തണുപ്പും കാര്യങ്ങളും ഒക്കെയുണ്ട്. അതിൽ കുറേ ആമ്പൽ പൂക്കളും എല്ലാം ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു പാലവും കാണാൻ പറ്റും. ആ പാലത്തിൽ നിറയെ കുരങ്ങന്മാരാണ്. ഭയങ്കരമായിട്ട് നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തട്ടിപ്പറിക്കുകയൊക്കെ ചെയ്യുവാണ്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബൗണ്ടറീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ഫോറസ്റ്റായിട്ട് തന്നെ എല്ലാം അതേ രീതിയിൽ പ്ലാന്റ്സും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തേക്കുവാണ്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അതിൽ നമ്മൾ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ആമ്പൽപ്പൂ, പിക്ചർ പ്ലാന്റ്, അങ്ങനെ കുറേ നമ്മൾ പിക്ചർ പ്ലാന്റിൽ കുറച്ച് ഇല ഇട്ട് കൊടുക്കും. അത് അതിൻ്റെ ഉള്ളിലോട്ട് സ്വാളോ ചെയ്യുമോ എന്നറിയാൻ വേണ്ടി. പക്ഷെ പിന്നെ അവിടെ കുറേ പ്ലാന്റ്സ് സെല്ല് ചെയ്യാനും നഴ്സറീസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ പോയി നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. So much green aesthetic places. We can take so many photos. അടിപൊളിയാണ്. I took so many photos from this place. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയത് അതിൻ്റെ ഉള്ളിലൊരു വാട്ടർഫോൾ ഉള്ളതാണ്. ഭയങ്കരമായിട്ട് സർപ്രൈസിങ് ആയി. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യത്തില്ല അതിൻ്റെ ഉള്ളിലൊരു വാട്ടർഫോൾ വരുന്നെന്നുള്ളത്. അത് മാത്രമല്ല, ഇവർ ഇതിൻ്റെ ഉള്ളിലൊരു തറവാട് എന്ന രീതിയിൽ, പഴയ തറവാട് എന്ന രീതിയിലൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. അതിൻ്റെ എൻട്രിയിലാണ് നമ്മൾ ബെല്ലടിക്കുന്നത്. തറവാടെന്ന് പറയുന്നത് അത് ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്. നമുക്കിപ്പം ഉള്ളിലോട്ട് അങ്ങേയറ്റത്തൊരു ചെറിയൊരു തമ്പുരാൻ ഇരിക്കുന്ന രീതിയിലും അവർ സെറ്റാക്കും. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു യഥാർത്ഥ മനുഷ്യൻ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് തറവാടിന് ചുറ്റും കാവ് എല്ലാം ഉണ്ട്. ആൻഡ് വി ടുക്ക് സോ മെനി ഫണ്ണി വീഡിയോസ് ഇൻ ദെയർ. ഇറ്റ് വാസ് വെരി ഫൺ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ് അവിടെ. അവിടെ ഭയങ്കര കാമിങ് ആണ്. ഞങ്ങൾ കുറേ നേരം അവിടെ ഗ്രാസിലൊക്കെ കിടന്നു, റിലാക്സായി, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. തമ്പുരാൻ്റെ കൂടെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് ഇറ്റ് വാസ് സോ ഫൺ. ലൈക്ക് നമ്മൾക്ക് ഒരു ഫോറസ്റ്റ് മാത്രമല്ല, ഒരു പഴയ ട്രഡീഷണലും കൂടെ അവർ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 100 ഏക്കറിലാണ് ഇവർ ഇതെല്ലാം സെറ്റാക്കിയേക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ സെറ്റാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഭയങ്കര വേർത്തിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. സോ മസ്റ്റ് വിസിറ്റ് ദ പ്ലേസ്.